ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ടോൾ കേക്കിൻ്റെ ഡിസൈനിങ് വീഡിയോ നോക്കാം. ഡിസൈനിങ് വീഡിയോ മാത്രമല്ല, മൊത്തത്തിലുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ടോൾ കേക്ക് മാത്രമല്ല, പിന്നെ കുറച്ച് കപ്പ് കേക്കും, പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് 2 കേക്ക് സിക്കിൾസും കൂടെ ഉണ്ട്. ഇത് പിസ്ത ഫ്ലേവറിൽ വരുന്ന കേക്കാണ്. 1 kg വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്കാണ്. അപ്പം നമുക്ക് നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 5 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. 1 kgയുടെ ബാറ്റർ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ 3 എഗ്ഗ് വെച്ചിട്ട് ചെയ്ത ബാറ്ററാണ്. അത് നമ്മൾ 2 തവണയായിട്ട് 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ കേക്ക് കിട്ടും. അപ്പം നമ്മുടെ ഈ ഡിസൈനിന് കേക്കിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടെങ്കിലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ വിപ്പിംഗ് ക്രീമിനകത്തും നമ്മൾ പിസ്തയുടെ എസെൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പിസ്ത വാങ്ങിച്ചത് എന്തോ ഒരു ശരിയില്ല. അതിന് നൈറ്റ് കേക്കിൻ്റെ പണി തുടങ്ങിയ സമയത്താണ് പിസ്ത നോക്കുമ്പം അതൊരു എന്തോ പോലെ മോശമായതുപോലൊരു തോന്നൽ. അതുകൊണ്ട് ഞാൻ അത് ഫില്ലിങ് കൊടുത്തില്ല. പകരം നമ്മൾ വൈറ്റ് ചോക്ലേറ്റിനകത്ത് പിസ്തയുടെ എസൻസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷുഗർ സിറപ്പ് ഞാൻ ഓൾറെഡി ചെയ്ത് വെക്കും. കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ ഒരു ബോട്ടിലിൽ 1:2 എന്നുള്ള റേഷ്യോയിൽ ഷുഗർ സിറപ്പ് ഞാൻ ചെയ്ത് വെക്കാറാണ്. അപ്പം നമുക്ക് എന്താണോ കേക്കിനകത്ത് ഫില്ലിങ് വരുന്നത് ആ ഫില്ലിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് എടുത്തിട്ട് അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ചോക്ലേറ്റാണ് ഫ്ലേവർ വരുന്നതെങ്കിൽ ആ ഷുഗർ സിറപ്പിനകത്ത് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തത് ചേർക്കും, അതായത് ഗനാഷ് ചേർക്കും. ഇതിപ്പം പിസ്തയുടെ ഫ്ലേവറിലുള്ള കേക്ക് ആയതുകൊണ്ട് പിസ്തയുടെ എസൻസാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഷുഗർ സിറപ്പിനൊരു പച്ച കളറ്. അപ്പോൾ നമ്മൾ 5 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ 5 ലെയറും വെച്ചിട്ട് നമ്മൾ നല്ല ടോളായിട്ട് തന്നെ കേക്കെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എനിക്ക് ഇത് ഉള്ളിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ, അതായത് ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഫില്ലിങ് കൊടുത്തത് കൊണ്ട് തന്നെ കേക്ക് ചെറുതായിട്ട് ഇങ്ങനെ തെന്നി പോകുന്നത് പോലെയുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് സെറ്റായില്ലെങ്കിൽ നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കുന്ന സമയത്ത് കേക്ക് ഓരോ ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ തള്ളി ഇങ്ങ് പുറത്തോട്ട് വരും. അപ്പോൾ ഞാൻ എപ്പോഴും ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടുവിൽ സ്റ്റിക്ക് കുത്തി വെക്കാറുണ്ട്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ആ സ്റ്റിക്ക് എപ്പോഴും എന്നെ രക്ഷിക്കാറുമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമ്മളത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് സിക്കിൾസ് ചെയ്യുന്നത്, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം കുറച്ച് സ്പഞ്ച്, പിസ്തയുടെ തന്നെയാണ് സ്പഞ്ച്, നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ട്, നല്ല ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട, അത്യാവശ്യം ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും പിന്നെ ശരിക്കും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് അതിനകത്ത് ചേർക്കേണ്ടത്. ഞാൻ പിസ്തയുടെ ഫ്ലേവറിൽ തന്നെയാണ് ചെയ്തത്. ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന റേഷ്യോ എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് അധികവും നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിപ്പിംഗ് ക്രീം കുറവും, അങ്ങനെയാണ് നമ്മളിതിൻ്റെ റേഷ്യോ എടുക്കുക. അപ്പം ചോക്ലേറ്റ് 2 ആണെങ്കിൽ വിപ്പിംഗ് ക്രീം 1, അങ്ങനെയുള്ള റേഷ്യോയിലാണ് നമ്മൾ ഇതെടുക്കേണ്ടത്. അപ്പം ഇത് നന്നായിട്ടിങ്ങനെ കുഴച്ച് നമ്മൾ ഏകദേശം ഒരു ഉരുളയാക്കി പിടിക്കാൻ പറ്റുന്ന ടൈപ്പിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലുള്ള മോൾഡ് നമുക്ക് കേക്കിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കേക്ക് സിക്കിളിൻ്റെ മോൾഡാണ്. പിന്നെ അങ്ങനത്തെ സ്റ്റിക്കും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് പകുതി വരെ ഫസ്റ്റ് ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ സ്റ്റിക്ക് കുത്തി വെക്കണം. പിന്നെ ബാക്കി പോർഷനും കൂടെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ പൊടിഞ്ഞ് കയ്യിൽ പോരും. അപ്പോൾ നമ്മൾ 2 എണ്ണം നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. സ്റ്റിക്കൊക്കെ ആദ്യമേ നമ്മളൊന്ന് കുത്തി നോക്കണം. ആ ഹോള് എൻ്റെ പുതിയ മോൾഡാണ്. അപ്പം സ്റ്റിക്ക് ഓൾറെഡി ഞാൻ കുത്തി നോക്കി ഹോളൊക്കെ ഓക്കെ അല്ലേ നോക്കിയിട്ടാണ് ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ഇത് നമ്മളിനി ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കണം. 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കഴിഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ ബാക്കി ചോക്ലേറ്റ് വെച്ചിട്ടുള്ള കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്.
അപ്പം അതും നമ്മളവിടെ സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാക്കി പണിയിലോട്ട് കിടക്കാം. നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേക്ക്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യണം. അവർ ഓൾറെഡി നമുക്കൊരു മോഡൽ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ലൈറ്റ് യെല്ലോ, ലൈറ്റ് ഓറഞ്ച് ആൻഡ് ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരുന്ന 3 നമ്മുടെ ഫോൾഡ് ലൈൻ ഡിസൈനൊക്കെ വരുന്ന ഒരു കേക്കാണ്. അപ്പം ഇത് ജസ്റ്റ് ഞാൻ വിപ്പിംഗ് ക്രീമിലൊരു യെല്ലോ കളറ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു വൈറ്റ് അല്ല, യെല്ലോ അല്ല, അങ്ങനത്തെ ഒരു എന്തോ ഒരു ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ ഞാൻ മുന്നേ ഇതേ തീമിലുള്ളൊരു കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ ഒരു ടോൾ കേക്ക്, ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ വരുന്നത്. അതിനകത്ത് അന്ന് എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ ഭാഗത്ത് വരെ നന്നായിട്ട് ക്രീം കവർ ചെയ്തിട്ട് പിന്നെയും 2 ലെയർ 3 ലെയർ, ഇപ്പോൾ 3 കളർ വരുമല്ലോ, അപ്പോൾ 3 ലെയർ ഞാനിങ്ങനെ കവർ ചെയ്ത് വന്നപ്പോഴത്തേക്കും ക്രീം ഒരുപാട് അധികമായിപ്പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് അന്ന് കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു ക്രീം കുറച്ച് അധികമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അടിഭാഗത്തോട്ട് ഞാൻ ആദ്യം തന്നെ അധികം ക്രീമൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും 3 ലെയർ വരും. അപ്പോഴത്തേക്കും ക്രീം ഒരുപാടായി പോകുന്നത് കൊണ്ട് ഇതുപോലെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പം അത് നമ്മളിങ്ങനെ ജസ്റ്റ് പാലറ്റ് നൈഫ് കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ 3ാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ്. ആ ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡും നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിനൊരു ഹൈറ്റിന് ഒരു ഡിസൈനിൽ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഏകദേശം അവർ തന്ന ഡിസൈൻ. അവർ തന്ന ഡിസൈനിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്ത് ഫ്ലവേഴ്സൊന്നും വെക്കണ്ട, ഇതുപോലെ ഡിസൈൻ ചെയ്ത് ഇനി കുറച്ച് ബാക്കി പരിപാടിയും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു കേക്കും കൂടെ സെറ്റായിട്ടേ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കത് ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം കൂടെ വെക്കാം. അപ്പം നമുക്ക് ഇതാണ് 4 കപ്പ് കേക്ക്സാണ് കൊടുക്കാനുള്ളത്. ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല, ആ കളറിനെ മാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ ഒരു നോസിൽ വാങ്ങിച്ച് പിന്നെ ഇതിനകത്ത് തന്നെയാണ് എല്ലാ ഡിസൈനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നോസിലിൻ്റെ ഡിസൈൻ, ഈ വർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലൊരു ഫ്ലവർ ഡിസൈനിലാണ് നമ്മൾ കപ്പ് കേക്ക് ചെയ്തത്. പിന്നെ അതിൻ്റെ നടുവിലത്തെ ഭാഗത്ത് കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലാണ് ഇത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. ഇനി നമ്മുടെ ഈ കേക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ചെറിയ ചെറിയ ചില്ലറ പരിപാടിയും കൂടെ ഉണ്ട്. ഇത് ഗോൾഡൻ ഡസ്റ്റാണ്. ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഞാൻ വെള്ളത്തിലാണ് മിക്സ് ചെയ്യാറ്. അപ്പോൾ അത് വെച്ചിട്ട് ബ്രഷ് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് അതായത് 3 ലെയറിലും ചെയ്യുന്നില്ല. മുന്നേ ഞാൻ ചെയ്ത കേക്കിനകത്ത് നമ്മൾ 3 ലെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ആ ലൈറ്റ് ഓറഞ്ച് പോർഷനും ഡാർക്ക് ഓറഞ്ച് പോർഷനിലും മാത്രം നമ്മൾ ഇതുപോലെ കവർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് 2 ലെയറിലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ ജസ്റ്റ് ഒരു ടോപ്പറും കൂടെയേ ഉള്ളൂ.
അപ്പം നമുക്ക് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് കാണാനുള്ളൊരു ഭംഗിക്ക് അതും കൂടെ ചെയ്യാം. പിന്നെ ടോപ്പിലും കുറച്ച് ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയി. അപ്പം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.